വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കത്തക്ക രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തരം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടന്നു വരികയും ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രൻ PV അൻവർ UDF വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് എന്ന് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ്. DMKയുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത്, LDFും UDFും. അപ്പോൾ അൻവറിൻ്റെ യാത്ര UDF വേണ്ടിയാണ്. UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവുകയാണ് നാളെ എന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അവിടെ തന്നെയാണ് എത്തിയത്. എന്തെല്ലാം പേര് പറഞ്ഞാലും UDF വേണ്ടിയുള്ള ഒരു നെറികെട്ട പ്രവർത്തനമാണ്, ഒറ്റുകൊടുക്കുന്ന നിലയാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. എന്നാൽ ഈ തെറ്റായ എല്ലാ സമീപനങ്ങളെയും ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും. വൻ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കാൻ UDF ശ്രമിച്ചാലും കാലുമാറി യൂദാസിനെ പോലെ ആ പാളയത്തിലേക്ക് പോകാൻ ശ്രമിച്ച അൻവറിനെ ആദ്യം, കാരണം പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാമാജികൻ എന്ന രീതിയിൽ UDFിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ UDFിൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരെ ഒപ്പം ചേർക്കാനും മാപ്പ് അഭ്യർത്ഥിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യാനും ഒക്കെയാണ് UDF തയ്യാറായിട്ടുള്ളത്. ഈ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ 3ാം ടേമിലേക്കുള്ള യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം കൂടിച്ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം കുറിക്കത്തക്ക രീതിയിലൊരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല. ഒരു 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമ്പിൾ ആയി സാമ്പിളൊന്നും കണക്കാക്കണ്ട. എന്തെല്ലാം സാമ്പിൾ ചോദിക്കും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കേണ്ട ഇത്രയേ ഉള്ളൂ. കണക്കാക്കേണ്ടതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അത് നോക്കാം, നോക്കി തീരുമാനിച്ചിട്ട് പറയാം. അത് ഒരു ഒരാഴ്ച
അപ്പൊ CPM എന്തായാലും അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിനൊക്കെ ആയിരിക്കും മുതിര. അല്ല, നമുക്ക് തീരുമാനിക്കാം. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. പ്രഖ്യാപിച്ചോട്ടെ, അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല. അതിന് ബദലാവേണ്ട കാര്യമില്ല. അതിന് ബദലാവും ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. പിന്നെ ഇതിന്റെ ബദൽ പ്രഖ്യാപനം പക്ഷെ എപ്പോഴത്തേക്കായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം? അതിനെ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കും. പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏതാണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടാണ്. പൂർണ്ണമായ വിലയിരുത്തൽ കൂടിയല്ലേ? അല്ല, വിലയിരുത്തൽ ഇതുകൊണ്ടൊന്നും വിലയിരുത്തലാവില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയ പരാജയം കൊണ്ട് വിലയിരുത്തൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കേരളത്തിൽ ഉടനീളം ഉണ്ടാവും അതിന്റെ പ്രതിഫലം. വിലയിരുത്തൽ എന്ത് ഇനിയിപ്പോൾ ആ ഒരു കൊല്ലം പോലും ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തൽ അത് എല്ലാം വിലയിരുത്തും. ഞങ്ങളെ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്താൻ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും. അതിനെന്താ ഇപ്പൊ സംശയം? വിലയിരുത്തിക്കോ, ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു തർക്കമില്ല. വിലയിരുത്തി പോയാൽ അപകടം സംഭവിച്ചു പോകും എന്നൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പക്ഷേ എന്നാൽ ഈ 4 വർഷത്തെ ഭരണത്തിന്റെ 4 വർഷത്തെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. പ്രതിഫലനം ഉണ്ടാവുന്നതാണ്. അതിന്റെ പ്രതിഫലം സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടുള്ളത് പോലെ അവിടെ ഉണ്ടാവും. അത്ര കണ്ടാൽ മതി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേലക്കര വളരെ ശക്തിയായിട്ട് പറഞ്ഞല്ലോ, ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നത്. പക്ഷെ കണ്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചത് അവിടെ വമ്പിച്ച രീതിയിലൊരു അടി ഒഴുക്കുണ്ടാവുന്നതാണ്. പക്ഷേ ഒരു അടി ഒഴുക്കും ചേലക്കര ഉണ്ടായില്ല. മാത്രമല്ല പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. പക്ഷേ കുറച്ചു നാളായിട്ട് നിലമ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര പരീക്ഷണമാണ്. ഇത്തവണ അരിവൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും. പിന്നെ പരീക്ഷണമില്ലായ്മയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർലമെന്റ് ജനാധിപത്യ സംവിധാനമല്ലേ, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനൊരു ഒരാഴ്ച സാവകാശം മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊണ്ടു. ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ്. അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ ചോദിക്കണ്ട. പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്ത് ഇറക്കുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. UDF നിന്ന് ആരെങ്കിലുമൊക്കെ വിട്ടു വരികയാണെങ്കിൽ അവിടെ സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു പരീക്ഷണം സാധ്യതയുണ്ടോ? ഇല്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിച്ചിട്ടുള്ള കാര്യം. അവർ വിട്ടുവരുകയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ കാര്യമില്ലേ? അത് UDFന്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചത് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വിഷമൊന്നും നിലമ്പൂരില്ല. അല്ല പക്ഷേ, അതായത് പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഒരു അപ്രതീക്ഷിതമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് LDFന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണയിക്കും. പാലക്കാട് പോലെ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെറുതെ ചോദ്യം ചേർത്തിയ പോലെ എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് ധരിക്കണ്ട. അത് എത്രയോ കൊല്ലം കൃഷിയിലുണ്ടല്ലോ. കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞത് 7 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടക്കും. പിന്നെ അതിന്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാട് പരീക്ഷണമാണോ അതുപോലെ വേറെ ഏതെങ്കിലും പരീക്ഷണമാണോ എന്ന് നോക്കേണ്ട കാര്യം യാതൊന്നുമില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും. അല്ല, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണമില്ല. വലിയ രീതിയിലുള്ള അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരൊക്കെ ചില ആൾക്കാർ LDFിലേക്ക് വരാനുള്ള താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള. LDFിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ വിവിധ മേഖലയിൽ നിന്ന് വരും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം UDF എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നുണ്ട്, ഒരാൾ മുഖ്യമന്ത്രി ആവേണ്ടി വരില്ല എന്ന് പറയാൻ ഞാനല്ലല്ലോ പറഞ്ഞത്, സുധാകരനല്ലേ. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരനെ ഒഴിവാക്കിയത് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. ആ മുന്നണി ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച നമ്മുടെ പ്രകടന പത്രികയിൽ 900 എണ്ണം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന് പുറമെ 26 പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തതിനെ സംബന്ധിച്ചും പ്രകടന പത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ പ്രോഗ്രസ് കാർഡ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ളതെന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു. ഞങ്ങളെ പലപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ. മലയാള മനോരമക്ക് തന്നെ 55% മാർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പാസ്സായില്ലേ?
മനോരമ 55% മാർക്ക് കൊടുത്താൽ ഞാൻ പറഞ്ഞു 55 അവർ കൊടുത്തില്ലെങ്കിൽ ഞാൻ 90 കൊടുക്കുകയാണെന്ന്. പക്ഷേ പാലക്കാട് ഈ UDF ഒരു പ്രത്യേക കൂട്ടുകെട്ടുണ്ടായി എന്നാണ് LDF ആരോപിച്ചത്. വർഗീയ കക്ഷികളെല്ലാം ചേർന്നിട്ട് നിലമ്പൂരിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ട്. എങ്ങനെയായിരിക്കും? ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇപ്പോഴാണെങ്കിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങളിലുള്ള കാസയും എല്ലാ വർഗീയ ശക്തികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. അവർ അവസരവാദപരമായ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ ആ കൂട്ടുകെട്ടിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. സെക്യുലറായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിക്ക് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നിന്ന് മാറി വർഗീയ ശക്തികളുമായിട്ട് ചേരാനുള്ള ത്വരയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ ഉൾപ്പെടെ ആദ്യം അവരാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അവരത് തിരിച്ചറിഞ്ഞ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഒരു അഭിവാൽ ചുറ്റിക നക്ഷത്രം ചിഹ്നം കൊടുക്കുന്നു. പക്ഷെ ഒരു പുതിയ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വിട്ടു വന്ന ഒരാളെ പരീക്ഷിച്ചിട്ട് അവിടെ കനത്ത പരാജയമാണ് CPM ഏറ്റുവാങ്ങേണ്ടി വന്നത്. അരിവാൾ ചുറ്റിയ നക്ഷത്രം വെറുതെ ആവശ്യമില്ലാതെ കുറേ പദപ്രയോഗങ്ങൾ ഇങ്ങനെ പഠിക്കുകയായിരുന്നില്ല. അങ്ങനെ അല്ലാതെ നിയോജകമണ്ഡലങ്ങളിലും കനത്ത വിജയമാണോ ഉണ്ടായത്? അതാലോചിച്ച് നോക്കും. പൊന്നാനി മാത്രമല്ല നമ്മൾ സ്ഥാനാർത്ഥി നിർത്തിയത്. 20 നിയോജകമണ്ഡലത്തിന് സ്ഥാനാർത്ഥി നിർത്തിയിരുന്നല്ലോ, ഇല്ലേ? കണ്ണൂർ ഉൾപ്പെടെ, വടകര ഉൾപ്പെടെ അവിടെയെല്ലാം എന്ത് വിജയമായിരുന്നു ഉണ്ടായത്? വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ആംഗിളിലേക്ക് പോകണ്ട. നല്ല പരാജയമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവേ കേരളത്തിലുണ്ടായത്. അതിനൊരുപാട് കാരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് വ്യക്തമായിട്ട് പത്രങ്ങൾ ഉൾപ്പെടെ പറഞ്ഞതാണ് എന്തൊക്കെ കാരണങ്ങളാണെന്നും. അപ്പോൾ ശരി, രാവിലെ തന്നെ എത്തിയതിന് എല്ലാവർക്കും നന്ദി. അതിനൊരു സംശയമില്ല, വിജയം ഉറപ്പാണ്. ചർച്ചയൊന്നും പ്രത്യേകിച്ച് നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി വരുന്നു പറഞ്ഞു. ഞാനത് പറഞ്ഞു, നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് രണ്ടും പറഞ്ഞതിന് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനിക്കാൻ പോകും.